അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ യുദ്ധം തുടങ്ങി 3 ആഴ്ചകൾ കൊണ്ട് ഇറാനെ തറപറ്റിച്ച് ഭരണമാറ്റം നടത്തി അമേരിക്കയ്ക്ക് സുഖിക്കാമെന്ന് കരുതിയിരുന്നിടത്ത് 3 മാസം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാനാകാതെ തലകുനിച്ചു നിൽക്കുന്ന അമേരിക്കയാണ് കാണുന്നത്. എന്താണ് അമേരിക്കയ്ക്ക് പറ്റിയത്? 3 ഘട്ടങ്ങളായാണ് ഈ യുദ്ധം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അതിനായിരുന്നു ഈ 3 ആഴ്ച എന്ന കണക്ക് നിരത്തിയത്. ആദ്യം ആ 3 ഘട്ടങ്ങളെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് വ്യോമാക്രമണം നടത്തുക, ഇറാന്റെ പരമോന്നത നേതാക്കളെ വധിക്കുക, ഇറാനിൽ കുർദുകളെ ഇറക്കുക. ഇതായിരുന്നു ആദ്യ ഘട്ടം. ഇനി 2ാം ഘട്ടം, മൊസാദിനെ ഉപയോഗിച്ച് ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കുക. അതായത് സർക്കാരിനെതിരെ ഒരു ജനവികാരം സൃഷ്ടിക്കുക, പ്രതിഷേധക്കാരെ ഇളക്കിവിട്ട് രാജ്യത്ത് ക്രമസമാധാനം തകരാറിലാക്കുക, കുർദുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക തുടങ്ങിയവയായിരുന്നു 2ാം ഘട്ടത്തിലെ പ്ലാൻ. ഇനി 3ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആക്രമണങ്ങൾ അതിതീവ്രമാക്കുക, സാമ്പത്തികമായി വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടാക്കുക, അങ്ങനെ സാമ്പത്തികമായി അവരെ വീണ്ടും തളർത്തിക്കളയുക, രാഷ്ട്രീയപരമായി വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുക, വൈദ്യുതി പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പാടെ തകർക്കുക, അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഇരുണ്ട അവസ്ഥയിലാക്കിയതിനു ശേഷം രാഷ്ട്രീയമായി അട്ടിമറി നടത്തി ഭരണം പിടിച്ചെടുക്കുക തുടങ്ങിയവയായിരുന്നു 3ാം ഘട്ടത്തിൽ ഇസ്രായേലും അമേരിക്കയും ഉറപ്പിച്ചിരുന്ന കാര്യങ്ങൾ. എന്നാൽ ആദ്യഘട്ടത്തിലെ പകുതിയോളം മാത്രം നടപ്പിലാക്കിയപ്പോൾ അമേരിക്കയും ഇസ്രായേലും തിരിച്ചറിഞ്ഞു, നേരിടുന്നത് ചെറിയൊരു രാജ്യത്തെയല്ല, വലിയൊരു പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനമായ ഒരു ജനതയെയാണ് തങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത് എന്ന സത്യം. ആ സത്യം തിരിച്ചറിഞ്ഞതോടുകൂടി അമേരിക്കയും ഇസ്രായേലും പാടെ തകർന്നു എന്ന് തന്നെ പറയാം. അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇങ്ങനെ അട്ടിമറിക്കപ്പെടുന്ന ഭരണകൂടത്തിന് മുന്നിൽ വന്നു നിൽക്കുന്ന അടുത്ത ഭരണാധികാരി മുഹമ്മദ് അഹമ്മദി നജാത്ത് എന്ന മനുഷ്യനായിരുന്നു. ആരാണ് മുഹമ്മദ് അഹമ്മദി നജാത്ത്? അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചരിത്രം ഇതിലും വലിയൊരു വൈരുദ്ധ്യം വേറെ ഉണ്ടാകില്ല. ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന രാജ്യത്തെ പൂർണ്ണമായും തുടച്ചു മാറ്റണം എന്ന പരസ്യമായി പ്രഖ്യാപിച്ച, അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും നേരെ നിരന്തരം തീതുപ്പുന്ന പ്രസ്താവനകൾ നടത്തിയ ഒരു ഭരണാധികാരി, ഇറാൻ മുൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നജാത്ത്. എന്നാൽ കാലം കാത്തുവെച്ച വിധി മറ്റൊന്നായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം അതേ മുഹമ്മദ് അഹമ്മദി നജാത്ത് ലോകമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുന്നു. താൻ നയിച്ച ഇറാന്റെ ചാര സംഘടനയുടെ തലപ്പത്തിരുന്ന് ഇസ്രായേലിനായി ചാരപ്പണി ചെയ്തത് മറ്റാരുമല്ല, ഇസ്രായേലിനെ പിടിക്കാൻ ഇറാൻ നിയോഗിച്ച സ്വന്തം ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു എന്നാണത്. നമുക്ക് 2025 ഒന്ന് തിരിഞ്ഞു നോക്കാം. ഇറാനിൽ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകളുള്ള നജാത്ത് അധികാരത്തിലേറുന്നത് ഇസ്രായേലിനെ നശിപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു. ഇറാന്റെ അണുബോംബ് പ്രോഗ്രാമിന് അദ്ദേഹം അതിവേഗത കൂട്ടി. ഇസ്രായേൽ എന്ന രാജ്യം ഒരു ക്യാൻസർ ആണെന്നും അതിനെ ഭൂപടത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയിൽ വരെ ഗർജിച്ചു. ആ സമയത്തെല്ലാം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ പ്രിയപ്പെട്ടവനായിരുന്നു മുഹമ്മദ് അഹമ്മദി നജാത്ത്. പക്ഷേ അധികാരം മനുഷ്യനെ മാറ്റും. 2009 2ാം തവണയും പ്രസിഡന്റ് ആയതോടെ നജാത്ത് ഇറാന്റെ യഥാർത്ഥ അധികാര കേന്ദ്രമായ ഖമേനിയെ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയത്തിന്റെ നിയന്ത്രണം സ്വന്തം കൈക്കലാക്കാൻ അദ്ദേഹം ശ്രമിച്ചതോടെ ഭരണകൂടത്തിനുള്ളിൽ വലിയൊരു ആഭ്യന്തര യുദ്ധം തുടങ്ങി. 2013 കാലാവധി കഴിഞ്ഞ് അദ്ദേഹം പടി ഇറങ്ങുമ്പോൾ ഖമേനിയും കൂട്ടരും അദ്ദേഹത്തെ ഒരു കടുത്ത രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് നടന്ന 3 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്നതിൽ നിന്ന് നജാദിനെ ഇറാൻ ഔദ്യോഗികമായി വിലക്കി. അദ്ദേഹം അങ്ങനെ സ്വന്തം നാട്ടിൽ ഒതുക്കപ്പെട്ടു. കഥ അവിടെയും തീരുന്നില്ല. യഥാർത്ഥ ത്രില്ലർ തുടങ്ങുന്നത് നജാദിന്റെ പതനത്തിന് ശേഷമാണ്. 2018 ഇറാന്റെ അതീവ രഹസ്യ ആണവ രേഖകൾ സൂക്ഷിച്ചിരുന്ന വെയർഹൌസിൽ നിന്ന് ടൺ കണക്കിന് ഫയലുകൾ ഇസ്രായേലിന്റെ ചാര സംഘടനയായ മൊസാദ് മോഷ്ടിച്ചു കൊണ്ടുപോയി. തൊട്ടു പിന്നാലെ ഇറാന്റെ ആണവ പദ്ധതിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ മുഹസിൻ ഫക്രിസാദെ തെരുവിൽ വെച്ച് കൃത്യമായി കൊല ചെയ്യപ്പെടുന്നു. ഇറാനിൽ മൊസാദിന്റെ കണ്ണ് എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ലോകം ഉറപ്പിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഇതിനെക്കുറിച്ച് CNN, തുർക്കി പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ നജാദ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ വാർത്തയായി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ ഈ റിപ്പോർട്ടുകൾ വിശദമായി പുറത്തുവിടുകയുണ്ടായി. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുഹമ്മദ് നജാദ് വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. ഇറാനിൽ മൊസാദിന്റെ ചാരന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറാൻ ഇന്റലിജൻസ് രൂപീകരിച്ച പ്രത്യേക കൗണ്ടർ എസ്പിയോണേജ് വിഭാഗത്തിന്റെ തലവൻ തന്നെ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഇരട്ടച്ചാരനായിരുന്നു എന്നാണ് ആ വെളിപ്പെടുത്തൽ. മാത്രമല്ല, ആ ഉദ്യോഗസ്ഥരൊപ്പം ആന്റി ഇസ്രായേൽ യൂണിറ്റിലെ മറ്റ് 20ഓളം മുതിർന്ന ഏജന്റുമാരും ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നും അവരാണ് ഇറാന്റെ ആണവ രഹസ്യങ്ങൾ ചോർത്തി നൽകിയത് എന്നും റിപ്പോർട്ട് ചെയ്തു.
ഈ ചാരന്മാരെല്ലാം 2021 തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ഇറാനിൽ നിന്ന് രക്ഷപ്പെടുകയും ഇപ്പോൾ ഇസ്രായേലിൽ സുരക്ഷിതരായി ജീവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന രേഖകൾ വ്യക്തമാക്കുകയും ചെയ്തു. ചരിത്രത്തിന് എപ്പോഴും രണ്ട് വശങ്ങളുണ്ട്. നാം ഇതുവരെ കേട്ട കഥയല്ല ഇറാന്റെ മുൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദി നജാദിന്റെ യഥാർത്ഥ ചരിത്രം. ഒരു കാലത്ത് ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിച്ച് ഇറാനിലെ ജനപ്രിയ നേതാവായി മാറിയ മുഹമ്മദ് അഹമ്മദി നജാദ് പിന്നീട് സ്വന്തം രാജ്യത്തിന്റെ നയങ്ങൾക്ക് തന്നെ എതിരായി തിരിയുന്നതാണ് ലോകം കാണുന്നത്. ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുതിയ ഒരു ഭരണകൂട അട്ടിമറിക്ക് വരെ അദ്ദേഹം കോപ്പുകൂട്ടിയിരുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. എങ്ങനെയാണ് ഇസ്രായേലിന്റെ കടുത്ത ശത്രുവായിരുന്ന ഈ നേതാവ് ഇറാന്റെ ശത്രുവായി മാറിയതും ഇസ്രായേലിന്റെ മിത്രമായി മാറിയതും? 2013 പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പടിയിറങ്ങിയതോടെ മുഹമ്മദ് നജാദിന്റെ രാഷ്ട്രീയ നിലപാടുകളിൽ കടുത്ത അട്ടിമറികളാണ് സംഭവിച്ചത്. ഇറാന്റെ ഭരണകൂടത്തെ നയിക്കുന്ന പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുമായി അദ്ദേഹം കടുത്ത ശത്രുതയിലായി. വെറുമൊരു രാഷ്ട്രീയ ഭിന്നതയായിരുന്നില്ല അത്. ഇറാന്റെ നിലവിലുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തെ അട്ടിമറിച്ച് വിദേശ ശക്തികളുടെ പിന്തുണയോടെ അധികാരം തിരിച്ചു പിടിക്കാനുള്ള ശക്തമായ നീക്കങ്ങൾ നജാത്തിന്റെ നേതൃത്വത്തിൽ അണിയറയിൽ നടന്നു. ഇറാന്റെ സാമ്പത്തിക തകർച്ചയും ജനങ്ങൾക്കിടയിലുള്ള ഭരണവികാരവും മുതലെടുത്തുകൊണ്ട് ഭരണകൂടത്തിനെതിരെ തന്നെ ജനങ്ങളെ ഇറക്കിവിടാൻ അദ്ദേഹം ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ഇറാനിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് നിലവിലുള്ള ഗവൺമെന്റിനെ താഴെയിറക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇറാന്റെ ശത്രുക്കളായ പാശ്ചാത്യ ശക്തികൾക്കും ഇസ്രായേലിനും ഭരണമാറ്റത്തിലൂടെ ഇറാന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ആയുധമായി മുഹമ്മദ് അഹമ്മദി നജാദ് മാറി. ഇറാന്റെ രഹസ്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ടും രാജ്യത്തെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ പൂർണ്ണ പരാജയമാണ് എന്ന് നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹം ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുവാൻ ശ്രമിച്ചു. ഈ അട്ടിമറി നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായപ്പോഴാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അതിന്റെ ആഴം വെളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. നജാത്തിന്റെ ഈ കടുത്ത വിപ്ലവ നിലപാടുകളും അട്ടിമറി ശ്രമങ്ങളും അതിരുവിട്ടപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും സുരക്ഷാ ഏജൻസികളും ശക്തമായി ഇടപെട്ടു. രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് 2018 പരമോന്നത നേതാവിന്റെ നിർദ്ദേശപ്രകാരം നജാത്തിനെ വീട്ടുതടങ്കലിലാക്കാൻ ഇറാൻ ഉത്തരവിട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ഈ വിമത നീക്കങ്ങൾക്കെതിരെയും അട്ടിമറി ശ്രമങ്ങളെയും ഇറാൻ ഭരണകൂടം വളരെ ക്രൂരമായി തന്നെ അടിച്ചമർത്തി. അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രമുഖ നേതാക്കളെയും അനുയായികളെയും കൂട്ടത്തോടെ ജയിലിലടച്ചു. ഉദ്ദേശം ഒന്ന് മാത്രം: പരമാധികാരത്തിന്മേൽ കടന്നുകയറാൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളുടെ ചാരനായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനും ആ ഭൂമിയിൽ ഉണ്ടാവേണ്ട എന്ന യാഥാർത്ഥ്യം അവർ ഇത്രയൊക്കെ ചെയ്യുന്നതിലേക്ക് എത്തിച്ചു. വിദേശ ശക്തികളുടെ സഹായത്തോടെ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊതിച്ച നജാത്തിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും ഇറാന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു. ഈ ശക്തമായ അടിച്ചമർത്തലിന് ശേഷമാണ് ഇറാൻ ഭരണകൂടത്തിന് പൂർണ്ണമായ നിയന്ത്രണം തിരിച്ചു കിട്ടുന്നത്. തുടർന്ന് നജാത്തിനെ പൂർണ്ണമായും നിശബ്ദനാക്കിക്കൊണ്ട് പുതിയൊരു ഭരണക്രമം ഇറാനിൽ ശക്തമായി നിലവിൽ വന്നു. തങ്ങൾ വിചാരിക്കുന്ന ഒരു നേതാവിനെ മാത്രമേ ഇനി ഭരണത്തിൽ ഇരുത്തൂ എന്ന ധാരണയിൽ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികകൾ ഇറാൻ ഗാർഡിയൻസ് കൗൺസിൽ തള്ളിക്കളഞ്ഞു. ചുരുക്കത്തിൽ നജാദ് ഒരു പുണ്യാളനായിരുന്നില്ല. സ്വന്തം രാഷ്ട്രീയ ലാഭങ്ങൾക്കും അധികാരം തിരിച്ചു പിടിക്കാനുമായി ഇറാന്റെ നയങ്ങളെ പൂർണ്ണമായും ഒറ്റിക്കൊടുക്കാനും ഇസ്രായേൽ അടക്കമുള്ള വിദേശ ശക്തികൾക്ക് അനുകൂലമായ രീതിയിൽ ഭരണകൂട അട്ടിമറിക്ക് ശ്രമിക്കുകയും ചെയ്ത ഒരു തന്ത്രശാലിയായ രാഷ്ട്രീയക്കാരനായിരുന്നു അദ്ദേഹം. പക്ഷേ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കോട്ടകളെ തകർക്കാൻ നോക്കിയ നജാദിനെ ഒടുവിൽ അതേ ഭരണകൂടം നിഷ്കരുണം അടിച്ചമർത്തുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് എന്നേക്കുമായി തിരശ്ശീലയിടുകയും ചെയ്തു. ഇസ്രായേലി ചാര സംഘടനയായ മൊസാദ് വീട്ടുതടങ്കലിൽ വെച്ച് നജാത്തുമായി സംസാരിച്ച് ഒരു ധാരണയിലെത്തി. ഈ സമയത്ത് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിലെ ഭരണം അട്ടിമറിക്കുമെന്നും അതിനുശേഷം വരുന്ന ഭരണകൂടത്തെ നയിക്കാൻ നജാത്തിന് ഒരുക്കമാണ് എന്നും അദ്ദേഹം പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ യുദ്ധം തുടങ്ങി ആദ്യ ദിവസം തന്നെ നജാത്ത് തടവിൽ കഴിയുന്ന വീടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി. എന്നാൽ ആക്രമണത്തിൽ നിരവധി സുരക്ഷാ ഗാർഡുകൾ കൊല്ലപ്പെടുകയും നജാത്തിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഭീകരമായ ആക്രമണത്തിൽ നജാദിന് കാവൽ നിന്ന റവല്യൂഷണറി ഗാർഡ്സിലെയും ഇന്റലിജൻസിലെയും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് സംഭവ സ്ഥലത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിന്റെ ആഘാതത്തിൽ നജാദിനും കാര്യമായ പരിക്കേറ്റതായും അതീവ ഗുരുതരാവസ്ഥയിലായ അദ്ദേഹത്തെ ഭരണകൂടം രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും വാർത്തകൾ പരന്നു. അതിനുശേഷം നജാദിനെ കുറെ കാലത്തേക്ക് ആരും കണ്ടതുമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചോ പിന്നീട് ഒരു കാര്യങ്ങളും പുറം ലോകം അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടെ തന്നെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പിഴയ്ക്കുകയായിരുന്നു. ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞ കാര്യമാണ് തങ്ങൾ നേരിടുന്നത് ഒരു ചെറിയ രാജ്യത്തോടല്ല, മറിച്ച് വലിയ ഒരു ശക്തിയോടാണ്. ആ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളാണ് എന്ന സത്യം. 2019 അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിച്ചുകൊണ്ട് നജാദി ഇറക്കിയ പ്രസ്താവന ഏറെ വിമർശനങ്ങൾക്ക് ഇടയാക്കി.
നജാദിനെയുമായി ഏറ്റവും അടുപ്പമുള്ള ചിലർ ഇസ്രായേലി ചാരന്മാരായി പ്രവർത്തിക്കുന്നുവെന്ന വാർത്തയും ആ സമയത്ത് കാട്ടുതീ പോലെ പടരുകയും ചെയ്തു. നജാത്തിന്റെ വിദേശയാത്രകളും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. 2023 നജാത്ത് ഗോട്ടിമാല സന്ദർശിക്കുകയും 2024 2025 ഹംഗറി സന്ദർശിക്കുകയും ചെയ്തു. ഈ രണ്ട് രാജ്യങ്ങളും ഇസ്രായേലിനോട് ഏറെ കൂറുപുലർത്തുന്ന രാജ്യങ്ങളാണ് എന്നതാണ് ഈ വിമർശനങ്ങളുടെ ആക്കം കൂട്ടിയത്. ഇത്രയേറെ വിമർശനങ്ങൾ കേൾക്കുന്ന വേളയിലും ഇസ്രായേലിനോട് കൂറുപുലർത്തുന്ന ഈ രാജ്യങ്ങളുമായി എന്ത് ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന ചോദ്യം ഇപ്പോഴും നാമാവശേഷമാകുന്നു. അതിനുശേഷം യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഹംഗറിയിൽ നിന്നും നജാത്ത് തിരികെ ഇറാനിലേക്ക് എത്തിയത്. പക്ഷെ യുദ്ധസമയത്ത് അദ്ദേഹം മറ്റു ചർച്ചകളിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നുമൊക്കെ വിട്ടുനിന്നത് ഇറാനിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. അങ്ങനെ 3 ഘട്ടമായ അട്ടിമറിയിലൂടെ ഭരണം പിടിക്കാമെന്ന വ്യാമോഹം 1ാം ഘട്ടത്തിന്റെ പകുതിയിൽ തന്നെ പൊലിഞ്ഞു എന്ന് പറയാം. ഇറാന്റെ ശക്തിയെ വില കുറച്ചു കണ്ടതും തങ്ങളുടെ സ്വന്തം ശക്തിയെ ഇരട്ടിയാക്കി കണ്ടതും മാത്രമല്ല അമേരിക്കയ്ക്ക് പറ്റിയ അബദ്ധം. അതിനുമേറെ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇത്ര വലിയ ഒറ്റപ്പെടൽ ഉണ്ടാകുമെന്ന് അമേരിക്ക ഒരിക്കൽ പോലും കരുതിയില്ല എന്നതാണ് സത്യം. ലോകത്തിന്റെ താളം തെറ്റുമെന്ന അവസ്ഥയിൽ ഹോർമൂസ് വരെ അടച്ചിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഏവരും ചേർന്ന് അമേരിക്കയെയും ഇസ്രായേലിനെയും പാടെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഇനി മുന്നോട്ട് പോകാൻ വേറെ വഴികളില്ല എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും. ഇനി എന്ത് എന്ന ചോദ്യമാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഇപ്പോൾ ബാക്കിയാകുന്നത്. ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി അമേരിക്ക ലോകത്തിനു മുന്നിൽ നാണം കെട്ടു നിൽക്കുകയാണ്.